നിങ്ങൾ കണ്ടോ? എന്നിട്ട് മറ്റേ ക്ലിപ്പുകളെല്ലാം ഇട്ട് വിശദീകരിക്കുകയാണ്. ഏത് സലാസുല്ലമി എന്റെ ലേഖനം എടുക്കുന്നില്ല എന്ന് പറയുന്നതും അതുപോലെ തന്നെ ചെറിയ മുണ്ടൻ ഷബാബിൽ ഈ അടുത്ത സമയത്ത് ജിന്നിനോട് പിന്നെ വിജനപ്രദേശത്ത് ആയിരൂനി എന്ന് വിളിച്ചു പറയുണ്ടല്ലോ, അതൊരിക്കലും പ്രാർത്ഥനയല്ല എന്നൊക്കെ പറയുന്ന ഭാഗം സക്കരിയ സലാഹി വളരെ വിശദമായി അവിടെ വിശദീകരിക്കുകയാണ്. ആ വിശദീകരിച്ച് മടവൂരികൾക്ക് മറുപടി പറഞ്ഞു. ഇത് മടവൂരികൾക്ക് വളരെ വലിയൊരു അടിയായി ആ പ്രദേശത്ത്. അപ്പൊ എന്താ ചെയ്തറിയോ, ഇവർ AP വിളിച്ചിട്ട് പച്ച കള്ളം പറയാ. അതുകൊണ്ട് ഇവര് വിളിച്ച് ഇവരിട്ട് കേൾപ്പിച്ച ആ ക്ലിപ്പിൽ അവർ പറയുന്ന കള്ളം വളരെ വ്യക്തമായി നിങ്ങളൊന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു തരാം. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, എത്തി മൗലവി അല്ലേ? ഞാൻ കായംകുളത്താണ് സംസാരിക്കുന്നത്. ഇന്നലെ സക്കറിയ സലാഹിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു ഇവിടെ കായംകുളത്ത്. ഞങ്ങള് ആദ്യകാല പ്രവർത്തകരൊക്കെ നമ്മുടെ. ഇന്നലെ ഇദ്ദേഹം വന്നിട്ട് പിന്നെയും ജർമ്മനിയിൽ നിന്ന് മരുന്ന് എടുത്തുകൊണ്ട് വരുന്ന കാര്യവും അതുപോലെ ജിന്നിനടുത്തും മലക്കിനടുത്തും സഹായം തേടുന്ന കാര്യവും അതൊക്കെ പറഞ്ഞ് പിന്നെയും ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പിന്നെയും ജമിയത്തുൽ ചർച്ച ചെയ്തിട്ടൊരു തീരുമാനമായില്ലേ ഇദ്ദേഹത്തിന്റെ ഇത് കിട്ടിയിട്ടും? കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അല്ല, ഇവിടെ ഇന്നലെ വളരെ ഇതായിട്ട് വളരെ മോശമായിട്ട് രീതിയിലും ആ സംസാര രീതി തന്നെ ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഭയങ്കര ഇതായിട്ടായിരുന്നു പറഞ്ഞത്. കായംകുളത്തുനിന്നോ? ആ, കായംകുളത്ത് ഇന്നലെ സംഘടിപ്പിച്ചിരിക്കുന്നൊക്കെ ISMന്റെ ഇവര് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളെ പോലെ കുറച്ച് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ആരണ്ടൊക്കെ ചോദിച്ചപ്പോഴേ ഈ ജർമ്മനിയിൽ നിന്ന് ഇതെടുത്തുകൊണ്ട് കൊടുക്കാം അതിനകത്തൊക്കെ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്. അതുപോലെ ഈ ജിന്നിന്റെ അടുത്തും മലക്കിന്റെ അടുത്തും സഹായം തേടുന്ന കാര്യമൊക്കെ അവർ ചോദിച്ചപ്പോഴേ അതെല്ലാം സഹായം തേടാം, പിന്നെ അതിനകത്ത് ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ അയാള് മറുപടി പറഞ്ഞത്. കണ്ടോ, സക്കരിയ സലാഹി മറുപടി പറഞ്ഞു. എന്ത് ജിന്നോടും മലക്കിനോടൊക്കെ സഹായം തേടാൻ ഒരു പ്രശ്നമില്ല, അങ്ങനെ ഇവർ ചോദിച്ച ചോദ്യത്തിനൊക്കെ അങ്ങനെ മറുപടി പറഞ്ഞു എന്ന്. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഒരു മനുഷ്യനെ പച്ചക്ക് കബളിപ്പിക്കുക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മടവൂരിസം തിന്മക്ക് നാശത്തിന്, ചതിക്ക് വഞ്ചനക്ക്. ആ വർത്തമാനം പത്രത്തിലെ ആളുകളെ ചതിച്ച് വഞ്ചിച്ച് അതുകൊണ്ട് പൂതി തീരാതെ അള്ളാന്റെ പള്ളിയുടെ മുന്നിൽ മാറു തുറക്കാനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ വഞ്ചിച്ച് അള്ളാന്റെ പള്ളിയെ വഞ്ചിച്ച് എന്നിട്ടൊന്നും പൂതി തീർന്നില്ലേ? നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ കായംകുളത്ത് സംഭവിച്ചത്? ഒന്നാമത്തെ ചോദ്യം, ആ നോട്ടീസിൽ കൊടുത്ത ഒന്നാമത്തെ ചോദ്യം വായിച്ച് സക്കരിയ സലാഹി പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്, മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിൽ ഈ 5 എണ്ണം മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് ഇതാണ് ദീനീ പ്രവർത്തനം. എന്നിട്ടോ ഇവിടെ ഉണ്ടേ, പിന്നെ കേട്ടോളൂ നിങ്ങള്. ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഏർപ്പെടുന്നു പറഞ്ഞ് തെളിവില്ലാന്നാണ് ഞാൻ എഴുതിയത്. സാൽവേഷൻ വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം. എന്നിട്ട് അത് എന്റെ പേരിൽ ആരോപിച്ചിരിക്കാം. കണ്ടോ എന്താ സക്കരിയ സലാഹി പറഞ്ഞത്? തേടാമെന്നോ? ജിന്നിനോട് മലക്കിനോട് വിളിച്ച് തേടാന്നാ പറഞ്ഞത്? ആണോ? AP വിളിച്ചിട്ട് ചോദിക്കാണ്, പറയാണ് സക്കരിയ സലാഹി ഇവിടെ ഒന്ന് പറയാണെന്ത് ജിന്നോടും മനുഷ്യരോടും മലക്കിനോടും പിന്നെ സഹായം തേടാൻ പ്രാർത്ഥിക്കാൻ ഒരു കുഴപ്പമില്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞു. പച്ചക്കള്ളല്ലേ പറയുന്നത്? സ്വാഭാവികമായിട്ടും AP തെറ്റിദ്ധരിച്ചു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്താ പ്രതികരിക്കേണ്ടത്? എന്നെ വിളിച്ചു പറഞ്ഞാൽ എന്താ പ്രതികരിക്കുക? അദ്ദേഹം പ്രതികരിച്ചു. എന്നിട്ട് അത് ക്ലിപ്പാക്കിയിട്ട് കേൾപ്പിക്കാണ്. മാന്യ സഹോദരങ്ങളെ, ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചത് കൊണ്ട് കാര്യം അവസാനിക്കുകയില്ല. നാളെ നേരം വെളുക്കും എന്ന് ഓർമ്മയുണ്ടാകണം നിങ്ങൾക്ക്. ശീലിച്ച ചതിയും വഞ്ചനയും അത് ആവർത്തിക്കേണ്ടതില്ല. ഞങ്ങൾക്കറിയാം നിങ്ങൾ അതിന്റെ ഏറ്റവും ഔന്നത്യത്തിലാണ്, ഉയർച്ചയിലാണ്. വീണ്ടും വീണ്ടും ഞങ്ങൾ അത് ബോധ്യപ്പെടുത്തേണ്ടതില്ല. അത് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ.
ഈ രൂപത്തില് ചതിയും വഞ്ചനയും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടല്ലോ. ഇങ്ങനെ ചതിയും വഞ്ചനയും കാണിച്ചിട്ടാ അല്ലല്ലോ. വിഷയം കൃത്യമാണ്, വിഷയം കൃത്യമാണ്. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഇദ്ദേഹം അവസാനമായിട്ട് നടത്തുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാവണം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. എന്താന്നല്ലേ, ഇദ്ദേഹം പറയാണ്, നമ്മുടെ സലാസുല്ലമി പറയുന്ന ഒരു ആരോപണം. എന്താ ആരോപണം എന്ന് കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന് പണ്ഡിതിനെ കുറിച്ച് പറയുന്ന ആരോപണം കേട്ടോളൂ. ഇവരുടെ നിലവാരം അറിയാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം എന്നറിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ സഹോദരി ജമീല ടീച്ചർക്ക് ഫോൺ ചെയ്യും. ജുമാൻ്റെ സമയത്ത് വരെ പള്ളിക്ക് പോകാതെ, ജുമയ്ക്ക് വരെ പോകാതെ ബിരിയാണി ഉണ്ടാക്കി തിന്നുകൂടിയ വലിയ മഹാൻ സെക്രട്ടറി സ്ഥാനത്ത് വരെ നിൽക്കണ, ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്ത് വരെ നിൽക്കുന്ന മഹാന്മാരാ കൂട്ടത്തിലുണ്ട്. അത് ആരാന്ന് അറിയണമെങ്കിൽ ഞാൻ പറയണ്ട, നിങ്ങളെ ഭാഗത്തുള്ള ആളെന്നെ ജമീല ടീച്ചർ. ആ ജമീല ടീച്ചറെ കുറിച്ച് ചോദിച്ചാൽ മതി. കണ്ടോ, ജുമാക്ക് പോലും പള്ളിയിൽ പോവാതെ ബിരിയാണി വെച്ച് തിന്നുന്ന ഒരാള് നിങ്ങളുടെ സെക്രട്ടറിയിലുണ്ട്. അത് ആരാണെന്ന് അറിയണമെങ്കിൽ ജമീല ടീച്ചറെ വിളിച്ചു ചോദിച്ചാൽ മതി. ഞാൻ പറയണില്ല. ഇയാള് CD ഇറക്കാണ്. നമ്മള് വിളിച്ചു ചോദിച്ചു ജമീല ടീച്ചറോട്. ജമീല ടീച്ചർ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് ഇയാൾ ആരാന്ന് അപ്പൊ നിങ്ങൾ മനസ്സിലാവും. സ്വന്തം പെങ്ങളാ പറയണേ, കേട്ടോളൂ. ഹലോ. പിന്നെ ഞാൻ വിളിച്ചതേ, സലാമൗലവിന്റെ പുതിയൊരു സീഡിയിലേ പിന്നെ ഒരു വിഷയം പറയണ്ടേ. പിന്നെ വെള്ളിയാഴ്ച ജുമുഅക്ക് പോവാതെ വീട്ടിലിരുന്ന് ബിരിയാണി തിന്ന സെക്രട്ടറിമാര് KNM-ലുണ്ട്. അത് ആരാണെന്ന് അറിയണമെങ്കിൽ ജമീല ടീച്ചറോട് വിളിച്ച് ചോദിച്ചാൽ മതി. കണ്ടിട്ടില്ല. പുതിയ ഇറക്കിയതാ. പിന്നെ മുമ്പ് പറയാനുള്ള ചില വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇറക്കിയതാണ്. എനിക്കറിയില്ലടാ, ഞാൻ കേട്ടിട്ടില്ല. പഠിച്ചോന്ന് എന്നാ സലാമൗലവി ആരാഞ്ഞ അറിയണമെങ്കിൽ ജമീല ടീച്ചറോട് ചോദിച്ചാളി. അബുലോലമിനോരെന്താ വിരാന്തുണ്ടോ? എനിക്കറിയില്ലടാ, ഞാൻ അമ്മാര് വിചാരിച്ചപ്പം ഇല്ലേ പഠിച്ചോന്. എന്നാ ശരി, സലാമൗലവി കളവ് പറഞ്ഞായിരിക്കും. പിന്നെ സലാമൗലവി കളവ് പറഞ്ഞായിരിക്കും. ആരാ എടുക്കണേ? നമ്മക്കിപ്പോ മറ്റുള്ളവരെ കാര്യങ്ങൾ ചകഞ്ഞന്വേഷിക്കണ പണിയല്ലല്ലോ. മൂപ്പര് അങ്ങനെ എത്ര പറയണേ. ആരാപ്പോ അവിടെ നിസ്കരിക്കാൻ പോകണല്ലോ. നമ്മൾക്ക് അതിന്റെ ഏർപ്പാടില്ല. അല്ല കജസും അല്ല പഠിച്ചോ പറഞ്ഞത്. മൂപ്പര് പറയണത് ഇനി ആരാന്ന് അറിയണമെങ്കിൽ ജമീല ടീച്ചറോട് ചോദിച്ചാൽ മതി. ആരാന്ന് അറിയണമെങ്കിൽ പേര് അറിയണമെങ്കിൽ ജമീല ടീച്ചറോട് ചോദിച്ചാൽ മതി അത്ര പറഞ്ഞേ. അബുലാലമീനെ എനിക്കറിയില്ല. ഞാൻ ഓനോട് ചോദിച്ചു നോക്കി. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കണ്ടോ, അപ്പൊ എങ്ങനെയുണ്ട് അഭിപ്രായം? ഇതെന്താ സംഭവം അറിയോ? ഇദ്ദേഹം പറയാം ബുദ്ധിക്ക് എടുക്കാതൊക്കെ തള്ളിക്കളയുന്നതാണല്ലോ. അപ്പൊ ഇദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരാൾ ജുമാക്ക് പോകാതെ ബിരിയാണി വെച്ച് തിന്നു എന്ന് പറഞ്ഞാല് നമ്മൾ സ്വാഭാവികമായിട്ടും അർത്ഥം ചോദിക്കും, എന്ത്? അപ്പൊ ഇയാൾ എവിടെയായിരുന്നു? ഇയാൾ കാണണമെങ്കിൽ ഇയാൾ അവിടെ ഉണ്ടാണല്ലോ. ഇയാൾ കാണണമെങ്കിൽ മറ്റേ ജുമാക്ക് പോകാതെ ബിരിയാണി ഇന്നാണെന്ന് കാണണമെങ്കിൽ ഇയാൾ ജുമാക്ക് പോയിട്ടില്ലെന്ന് അർത്ഥം. അപ്പൊ ഇയാൾ ബുദ്ധിക്ക് നിരക്കുന്ന രൂപത്തിലാക്കിയതാ. അത് എന്നോട് ചോദിക്കണ്ട, ആരോട് ചോദിച്ചാൽ മതി? പെങ്ങളോട് ചോദിച്ചാൽ മതി. ഇത് കേൾക്കണ കൗമ മുഴുവൻ ഇത് വിശ്വസിച്ച് നടക്കൂലേ? എന്തിനാണ് ഈ കളവ്? എന്തിനാണ് ചതി? അപ്പോ അള്ളാന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് പുറമെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിലുള്ള വഞ്ചനയും മടവൂരുകൾ ശീലമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് വളരെ വ്യക്തമായി എന്റെ സഹോദരങ്ങളോട് ഉണർത്താനുള്ളത്, അള്ളാഹുവിന്റെ ദീൻ അതിൻ്റെതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. മുജാഹിദ് പ്രസ്ഥാനം പുതിയ ഒരു ആശയം പറയാൻ വന്നവരല്ല, പുതിയ ഒരു തത്വം പഠിപ്പിക്കാൻ വന്നവരല്ല. നേരെ മറിച്ച് ഖുർആനും സുന്നത്തും സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാൻ വന്നവരാണ്. നാളെ പരലോകമാണ്, അവിടുത്തെ വിജയമാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് നമ്മൾ സംഘടിച്ചത്, അതിനുവേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. അതിന് ക്ഷതം വരുത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് എന്റെ മാന്യരായ മുഴുവൻ സഹോദരങ്ങളെയും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പരിപൂർണമായി ഉൾക്കൊള്ളുവാനും ആ ദീൻ സ്വീകരിച്ചുകൊണ്ട് അവന്റെ തൃപ്തിയിൽ ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.